ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന 2 ഐറ്റം കണ്ടൻസ്ഡ് മിൽക്കും ഒരു തണ്ണിമത്തൻ ജ്യൂസും. ഇതുപോലെ ഒരു ബൗൾ അങ്ങോട്ട് ഇട്ട് വെക്കുക. ഒരു കപ്പ് പാൽപ്പൊടി അങ്ങോട്ട് എടുക്കുക. കുറച്ച് പഞ്ചസാര പൊടിച്ച് വെച്ചിരിക്കുന്നത്. ഞാൻ 1 ടീസ്പൂൺ അളവിൽ കോൺഫ്ലോർ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒരു നുള്ളു സോഡാപ്പൊടി. നമുക്കിതൊന്ന് മിക്സ് ചെയ്യണം. ആദ്യം ചെറിയ ചൂടുവെള്ളം, ആ ചൂടുവെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി. അപ്പോൾ ഇതുണ്ട് അതെ നല്ലപോലെ ഇതുകൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിതേപോലെ പാൻ അടുപ്പത്തോട്ട് വെക്കാം. ഇനി നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നേരെ ഈ പാനിലോട്ട് ഒഴിച്ച് കൊടുക്കുക. കൈ വിടാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കൂറും. ആ സമയം കൊണ്ട് നമുക്ക് ഈ തണ്ണിമത്തൻ ഒന്ന് റെഡിയാക്കാം. ഇതേപോലെ കുരുകുരാന്ന് ചെത്തി കുറച്ച് തണ്ണിമത്തൻ വലുതായിട്ട് അങ്ങോട്ട് അരിഞ്ഞ് ഇച്ചിരി ഏലക്ക പൊടിച്ചത് ഒന്ന് അടച്ച്. അപ്പം നമ്മൾ ഈ ജ്യൂസ് അടിച്ച് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കും. നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് തണുത്ത് നല്ല കുറുകി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പാലൂടെ ഒഴിച്ചു കൊടുക്കും. ഇത് നമ്മൾ തിളപ്പിച്ചാറ്റി ഇതുപോലൊരു മഗ്ഗിൻ്റെ അകത്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരല്പം പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കും. നമുക്ക് കുറച്ച് ഐസ് കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. തീർച്ചയായിട്ടും നിങ്ങൾ നല്ല തണ്ണിമത്തൻ മേടിക്കുമ്പോഴത്തേക്കും ഇതേപോലെ ഒരു ജ്യൂസ് ഉണ്ടാക്കി നോക്കി. പിള്ളേർക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടും.